ഗൈസ് അപ്പം നമ്മൾ മാങ്ങ ഉപ്പിൽ കാന്താരി മുളക് മാങ്ങ ഇട്ടത് കണ്ടില്ലേ? അത് നമ്മിട്ട് ഒരു 10-35 മിനിറ്റ് അത്രയും ആയിട്ടില്ല കേട്ടോ. 35 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴേക്കും കുറേ താമ്പോയി. അതായത് നമ്മൾ ഉപ്പും കാന്താരി മുളകും കുറച്ച് ചൊറുക്കുകയും ഈ മാങ്ങയും കൂടിയാണ് ഇട്ട് വെച്ചത്. വെള്ളം ഒഴിക്കൂല കേട്ടോ നമ്മൾ മാങ്ങ മറ്റേ മാങ്ങയിൽ നമ്മൾ ഈ വെള്ളം തിളപ്പിച്ചാറി ഒഴിക്കണ പോലെ ഇതിനകത്ത് നമ്മൾ ഒരു തരി വെള്ളം നമ്മൾ ഒഴിക്കണില്ല കേട്ടോ. നമ്മൾ ഇത് മാത്രമാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും കുപ്പിയുടെ 4 കിലോ മാങ്ങ കൊള്ളണം കുപ്പിയാണ്ട ഞാൻ കടയിൽ ചെന്ന് മേടിച്ചത്. കുപ്പി നിങ്ങളെ കാണിച്ചു തരാട്ടെ. അപ്പം ആ കുപ്പിയിലിട്ട മാങ്ങ ഇപ്പം പകുതിയിൽ ഇത്തിരി കൂടി കൂടുതൽ കേട്ടോ. അത്രയും മാങ്ങി അപ്പം നമ്മൾ അത്രയും മാങ്ങിയിട്ടാലും ഇത്രയും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് നല്ല ഉപകാരമാണ്. ചീത്ത വേണില്ല, പ്രാണിയൊന്നും വരുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഉപയോഗിക്കാനുള്ള മുള്ളിയാൻ കാന്താരി മുളക് ഇട്ട് വെച്ചായിരുന്നു. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ അപ്പം തന്നെ അടച്ചു വെക്കുക. എയർടൈറ്റുള്ള മേടിക്കുക കേട്ടോ, അതാണ് നല്ലത്. അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാണിയൊന്നും കയറിയില്ല. അപ്പം ഇത് നമ്മളെടുത്ത ചോറ് മഴയൊക്കെ പെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഒലത്താ ഇതിൻ്റെ ഒരു കഷ്ണം ഒരു മുളക് കൊടുത്താൽ കടിച്ച് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ കുടിച്ച് നല്ല എന്താ രസം അല്ലേ? അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യാട്ടോ, നല്ല സൂപ്പറാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റും ഇട്ടോളൂ. ഞാനതിന് ഉത്തരം തരും കേട്ടോ. അപ്പം എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ എന്നാലും അറിയാൻ പാടില്ലാത്തവരും അറിയണവരും കാണും. അപ്പം ഞാനിടുന്ന പോലെയല്ല നിങ്ങളുണ്ടെങ്കിൽ എന്നോട് പറയാമല്ലോ. ടാറ്റാ.